ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI സംബന്ധിച്ചിടത്തോളം നേരത്തെ മന്ത്രി ജി ആർ അനിൽ സൂചിപ്പിച്ച പോലെ നിങ്ങളോട് ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത്. പക്ഷെ അത് ധരിപ്പിക്കേണ്ടത് എവിടെയാണോ അവിടെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നണിയെ വലിയ തോതിൽ പുറത്ത് പ്രതിരോധത്തിലാക്കിയിട്ടില്ലെങ്കിൽ പോലും തുറന്ന് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. മറ്റ് തീരുമാനങ്ങളിലേക്ക് പോയില്ല. പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്തു പറഞ്ഞോ അതേപോലെ തന്നെയുള്ള പ്രതികരണമായിരുന്നു നമ്മൾ ഡി രാജയുടെ ഭാഗത്തു നിന്നും ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അതേ വാക്കുകൾ, അത് ഇംഗ്ലീഷിൽ നിന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ AKG സെന്ററിൽ അവിടെ നടന്ന ചർച്ച അവസാനിച്ചോ? പക്ഷേ ചർച്ചകളെല്ലാം അവസാനിച്ചു, നേതാക്കളെല്ലാം മടങ്ങിയിട്ടുണ്ട്. ആദ്യം മടങ്ങിയത് മുഖ്യമന്ത്രിയാണ്. തൊട്ടു പിന്നാലെ ബിനോയ് വിശ്വവും മന്ത്രി കെ രാജനും സത്യൻ മൊകേരിയും ഒക്കെ മടങ്ങി. പിന്നാലെയാണ് MA ബേബിയും ഗോവിന്ദൻ മാസ്റ്ററും മടങ്ങിയത്. ആരും നമ്മോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഔദ്യോഗികമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും CPI വളരെ സമർത്ഥമായൊരു സമ്മർദ്ദതന്ത്രമാണ് CPM-ന് മുന്നിൽ വെച്ചത്. അവർ അതിൽ വിജയം കാണുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസം AKG സെന്ററിന് മുന്നിൽ നിന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നത്തെ ദിവസം CPM-ന്റെ പ്രധാന നേതാക്കൾ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് CPI എങ്ങനെ അനുനയിപ്പിക്കാം, ഇതിൽ എങ്ങനെ ഒരു പോംവഴി ഉണ്ടാക്കാം, എങ്ങനെ ഒന്നിച്ചു പോകാം, മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെ CPI മന്ത്രിമാരെ എത്തിക്കാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അവർ എങ്ങനെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. 2 തവണയാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ ചർച്ചകൾക്കായി വന്നത്. രാവിലെ ചർച്ചയ്ക്കെത്തിയ ശേഷം പിന്നീട് ഉച്ചയ്ക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളെല്ലാം ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഒരു കരാർ ഒപ്പിട്ടതിന്റെ ഭാഗമായി അതെങ്ങനെ പരിഹരിക്കാമെന്ന ചിന്തയിലായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഒരു ഘട്ടത്തിന് ശേഷം മാത്രമാണ് CPM വിഷയത്തിൽ ഗൗരവമായി ഇടപെടൽ നടത്തുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ CPI നേതാക്കളെ പോയി കാണുമ്പോൾ അവരുമായി ചേർന്ന് തോളോട് ചേർന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഇത് പരിഹരിച്ചു പോകും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. കാരണം CPI സംബന്ധിച്ച് 2 പ്രശ്നങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഒന്ന് രാഷ്ട്രീയമായ വ്യക്തത, അതെങ്ങനെ രാഷ്ട്രീയമായി ഇതെങ്ങനെ ആളുകളോട് വിശദീകരിക്കും. മറ്റൊന്ന് മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുന്നയിച്ച വിഷയം അവരറിയാതെ എങ്ങനെ അത് ഒപ്പിട്ട് പാസ്സാക്കുന്ന തരത്തിലേക്ക് പോകും എന്നുള്ള 2 പ്രശ്നമാണ്. അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അത് പ്രതിച്ഛായയുടെ പ്രശ്നമാണ്, രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ട പ്രശ്നമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള സമ്മർദ്ദതന്ത്രം, വലിയ സമ്മർദ്ദതന്ത്രം പോലും പയറ്റാൻ അവർ തയ്യാറായത്. അതെന്തായാലും ഫലം കാണും. ശരി, എന്തായാലും ആ സമ്മർദ്ദതന്ത്രം അത് വിജയിച്ചിരിക്കുക തന്നെ ചെയ്യുകയാണ്.